നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടും ഇവിടുത്തെ അധികാരികളുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ കേരളം മൊത്തം ഇതിൻ്റെ പിന്നിൽ കൂടിയിട്ട് കഥ മാറി. ഇപ്പം FIR ഇടാൻ പോലും ഇത്രയും ദിവസമില്ല. ഇപ്പം കൂട്ടിക്കൊണ്ടുപോയി FIR ഒക്കെ ഇടിപ്പിച്ച് എല്ലാ പണിയും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ മലയാളിയാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ പവറാണ് ഇപ്പം അത്. ഒരു മനസ്സോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. 5 ദിവസങ്ങളായി നമ്മളിലൊരുവൻ, നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. പക്ഷെ അർജുൻ എന്നൊരു പേര് കേരളത്തിലാകോ അങ്ങോളം ഇങ്ങോളം എല്ലാവരുടെയും നാവിൻ തുമ്പിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി, ഏതാണ്ട് 2 പകലുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. 5ാം നാളും പക്ഷേ അർജുൻ കാണാമറയത്ത് തുടരുകയാണ്. 100 മണിക്കൂർ പിന്നിടുകയാണ് തിരച്ചിൽ. റഡാർ പരിശോധനയിലും നിർണായക സൂചനകളൊന്നുമില്ല. രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി ചെളിയും ഉറവകളുമൊക്കെ തിരച്ചിൽ ഇന്ന് വൈകിയും തുടരും. പ്രതീക്ഷയോടെയാണ് നമ്മുടെ നാട് അർജുന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്കോള രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ പക്ഷേ മറുപുറത്തെണ്ണി പറയുകയാണ് അർജുന്റെ കുടുംബം. ഉദ്യോഗസ്ഥർ കള്ളം പറഞ്ഞ് കബളിപ്പിച്ചു. കർണാടക സംവിധാനത്തിൽ വിശ്വാസമില്ലെന്നും കുടുംബം തുറന്നടിച്ചു പറയുന്നുണ്ട്. അപകട സ്ഥലത്ത് വെച്ച് പോലീസിന്റെ മർദ്ദനമേറ്റുവെന്ന് ലോറി ഉടമ മനാഫ് പറയുന്നു. എന്തിനാണ്? കൂടെ പിറന്നവനെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവനെ രക്ഷിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചു പറഞ്ഞതിന് ആണ് ഒരു സംവിധാനം അതിന്റെ കാക്കിയിട്ട പോലീസുകാർ കൈവച്ചതെങ്കിൽ അതിന് കേരളത്തോട് മറുപടി പറയേണ്ടതുണ്ട് കർണാടക. കണ്ണുനട്ട് കേരളം. തിരികെ വരുമോ അർജുൻ? അനാസ്ഥയ്ക്ക് ഉത്തരവാദി ആരാണ്? എങ്ങനെ വിശ്വസിക്കും അധികൃതരെ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. അർജുന്റെ സഹോദരൻ അഭിജിത്ത് നമ്മളോടൊപ്പം ചേരും. അർജുന്റെ സഹോദരി അഞ്ജു പ്രേമൻ നമ്മളോടൊപ്പം ചേരും. കോഴിക്കോട് MP MK രാഘവനെ നമ്മൾ അല്പസമയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ ലോറി ഉടമയായ മനാഫ്, ഫയർഫോഴ്സ് ടീം അംഗമായ ശ്രീ അരുൺ ഭാസ്കർ, അർജുന്റെ സമീപവാസി ശ്രീ കൃഷ്ണകുമാർ, അങ്ങനെ നമ്മളോടൊപ്പം ഈ സംഭവ സ്ഥലത്ത് വെച്ചും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രീയക്കാരും അർജുന്റെ സുഹൃത്തുക്കളും സ്നേഹിക്കുന്നവരുമെല്ലാം സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. 100 മണിക്കൂറും പിന്നിട്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അങ്കോലയിൽ തുടരുകയാണ്. നമുക്കറിയാം, 3 ദിവസങ്ങൾ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് വേണ്ടി, അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി അർജുന്റെ കുടുംബം, കേരള സർക്കാർ, അങ്ങനെ എല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടും അനങ്ങാപ്പാറ നയം തുടർന്ന കർണാടക സംവിധാനം ഇന്ന് 5ാം ദിവസമാണ് ആഞ്ഞു പിടിച്ചുള്ള തിരച്ചിൽ തുടങ്ങിയത്. അതിനിടയിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അധികൃതർ എന്ന ആരോപണങ്ങൾ എണ്ണി പറഞ്ഞ ഇന്ന് അർജുന്റെ കുടുംബം, അച്ഛനും അമ്മയും ഭാര്യയും സഹോദരിയും കുഞ്ഞുമടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഈ അവസ്ഥയിലും എങ്ങനെയാണ് അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് അങ്ങേയറ്റം താന്നുപോയ മനസ്സിൽ നിന്നും അവർ മാധ്യമങ്ങളെ കാണുന്നതും അവരുടെ സങ്കടങ്ങൾ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ പരാതി കിട്ടിയിട്ടില്ല, പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ അങ്ങനെയല്ല. ഈ ലോറി ഉടമ GPS സംവിധാനം വെച്ച് അവിടെ അർജുൻ ബ്ലോക്ക്ഡായി പോയി എന്ന് മനസ്സിലാക്കി പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ തന്നെ അർജുൻ അല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു എന്നാണ് ഇന്ന് കുടുംബം പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്, ഏറ്റവും ഒടുവിൽ മനാഫിനെ എന്തിനാണ് കയ്യേറ്റം ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുമുണ്ട്. ഇപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജു പ്രേമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഞ്ജു, കേൾക്കാമോ? കേൾക്കാം മാഡം. അഞ്ജു, എനിക്കറിയാം നിങ്ങളുടെ കുടുംബം, നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഈ സംഭവത്തോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിക്കുക എന്നത് ഞങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ. നമുക്ക് അർജുനെ തിരികെ കൊണ്ടുവരേണ്ടതുമുണ്ട്. ഇന്ന് അഞ്ജു സംസാരിക്കുമ്പോൾ കാണിച്ച ധൈര്യവും ആത്മവിശ്വാസവും കരുത്തുമൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതുമാണ്. എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ പറ്റി നോക്കിക്കാണുന്നത്? ആ സംവിധാനം ചലിച്ചു തുടങ്ങി എന്നെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ഹോപ്പുള്ളത്, അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ സാർ അവിടെ എത്തി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാറ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് വിളിച്ചപ്പോഴും ഒരു 70% ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ഇതുവരെ തെറ്റായ രീതിയിലാണ് അവിടെ ഈ ഒരു നടപടി, മീൻസ് നമ്മുടെ രക്ഷാപ്രവർത്തനം നടന്നതെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അന്നേ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ
എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളത്. അവനെ തിരിച്ചു കിട്ടുക. ഇവിടുന്നൊരു വലിയ സംഘം അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് അവിടത്തേക്കുള്ള പ്രവേശനം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിപ്പോ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ശ്രീ രഞ്ജിത്തിനെ നമുക്കറിയാം. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണ് കർണാടക പോലീസ് എന്നുള്ളതാണ് മനാഫ് ഒക്കെ അടക്കം പറയുന്നത്. മനാഫിനെ കയ്യേറ്റം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തിനായിരിക്കാം മഞ്ജു? അറിയില്ല മാഡം. നമ്മളും അതന്നെയാണ് ചോദിക്കുന്നത്. ഒരു ജീവൻ അത്രയും വില അവർ കൽപ്പിക്കുന്നില്ലേ? അതായത് വെറും ഒരു ഡ്രൈവർ ആയതുകൊണ്ടാണോ അവരിങ്ങനെ ഇത്രയും ഡിലേ ചെയ്യുന്നത്? നമ്മളെ മാത്രമാണ് ഇപ്പം ഈ ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞ് നമ്മൾ അവിടെ എത്തുന്നതും നമ്മൾ ചോദിക്കും. മറ്റു ബന്ധുക്കളും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല. വേറെയും ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് കുടുങ്ങി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മീൻസ് അറ്റ്ലീസ്റ്റ് അവരെ കിട്ടുന്നുണ്ട്, തെരഞ്ഞു കിട്ടുന്നുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ഒന്നും ബന്ധുക്കളൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. നമ്മളിത് പറഞ്ഞതുകൊണ്ട് ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഒരു ന്യൂസ്, ഈ ഒരു സംഭവം ഇത്രയും അവിടുത്തെ ഒരു ഭീകരാവസ്ഥ നമുക്കിപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഒരു ജീവൻ ഇത്രയും വിലയില്ല? ഒരു സാധാരണക്കാരന് നമുക്ക് ജസ്റ്റിസ് കിട്ടൂലേ? അതിനിടയിൽ കള്ളം പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ. അതൊക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ. അത് നമ്മുടെ ഭാഗത്തു നിന്നും അറിയിക്കാൻ ഒരുപാട് വൈകി, ഞങ്ങൾ ഡിലേ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് കാരണം ഞങ്ങള് അത്രയും വിങ്ങി പൊട്ടിയാകരുത്. അത് ഇപ്പൊ നമ്മളൊക്കെ സ്ട്രോങ് ആവുന്നുണ്ട്. ഇത്രയും ദിവസത്തെ ആ ഒരു കാത്തിരിപ്പ് വല്ലാതെ നമ്മളെ ബോൾഡ് ആക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ അവസ്ഥയിലും നമ്മള് അതിന്റെ ഉള്ളിൽ പെട്ടില്ലേ. എന്നിട്ടും കൂടി നമ്മള് എല്ലാ വഴികളും നമ്മൾ തേടിയുണ്ട്. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഒക്കെ സ്റ്റേഷനിൽ അറിയിക്കുന്നതും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പലതിലും നമ്മൾ അതാണ് കേൾക്കുന്നത്. നമ്മൾ അറിയിക്കാൻ വൈകി. നമ്മളൊരു കാര്യം ഉണ്ടാവും ഡയറക്റ്റ് മിനിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടല്ല അറിയിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മുടെ അവിടുത്തെ ഒരു സിസ്റ്റത്തിലും ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലും വിശ്വസിച്ചു. അഞ്ജു, ശരിയാണ്. അഞ്ജു പറയുന്നത് പോലെ നമ്മളെ കരുത്തരാക്കുന്നുണ്ട്. കരുത്തരാക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടായെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുടുംബവും ഒക്കെയുണ്ട്. ഇന്നിപ്പോൾ സംസാരിക്കുമ്പോഴും അഞ്ജുവാണ് അതിലേറ്റവും കൂടുതൽ ഒരു ധൈര്യം കാണിക്കുന്നത്. വീട്ടുകാർക്ക് എല്ലാവർക്കും അത് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു ഇവിടെ ആർക്കും നമ്മളൊരു കരച്ചിലും വിഷമത്തിലും അല്ല. അവനെ നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കരഞ്ഞു കാത്തിരിക്കേണ്ട ആവശ്യമല്ല. നമ്മള് മനസ്സിന് ശക്തി കൊടുത്ത് നമ്മളെല്ലാരും പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്കിപ്പോഴും ഹോപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നിനും തെളിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആ ഒരു വിശ്വാസമാണ് ഞങ്ങളെ ഈ ഒരു ധൈര്യത്തിലേക്ക് നയിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ 3 മണിക്കൂർ നമുക്കറിയാം, 3 ദിവസം നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഏറ്റവും ഫലവത്തായി നടക്കുന്നത്. നമ്മളോട് കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ പറയുന്നത് ഗോൾഡൻ അവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന മണിക്കൂറുകളാണ് ഈ കർണാടക ഈ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം എത്ര പ്രയത്നമുണ്ടായി മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, മന്ത്രി നേരിട്ട് ഒക്കെ. അതിനപ്പുറത്ത് ഇവിടെ നിന്ന് പോകാൻ 10-40 പേരുടെ ഒരു സംഘം തയ്യാറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാതെ പോകുന്നത്? അതിനോടുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടി നേരത്തെ മീഡിയന്റെ മുന്നിൽ വന്നതും അത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചതും. നമുക്ക് നമ്മൾ പറയുന്നുണ്ട്, നമ്മളെല്ലാവരുടെ അടുത്തും അവിടെ സാറിനെ കണ്ട മുതലും നമ്മൾ ഇതാണ് ആവശ്യപ്പെടുന്നത്. അവിടുത്തെ ഒരു ഇതിൽ നമുക്ക് വിശ്വാസമല്ല. നമുക്ക് മറ്റു എന്തെങ്കിലും ഒരു രീതിയിൽ പോണം എന്നുള്ളത്, അതായത് ആർമിയെങ്കിലും വരണം എന്നുള്ളത് നമ്മൾ ആ റിക്വസ്റ്റ് മെനാന്ന് മുതലേ പറയുന്നുണ്ട്. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചപ്പോൾ ഈ പട്ടാളം വരണം എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? സാറ് പറഞ്ഞത് നമുക്ക് അവിടെ നേവലും അതേമാതിരി എയർഫോഴ്സും ഒക്കെ അവിടെ വരുന്നുണ്ട്, അവര് നോക്കട്ടെ, അതിനപ്പുറത്തേക്കെല്ലാം ബാക്കി നമുക്ക് പിന്നെ അവിടുത്തെ ആ ലൊക്കേഷനും കാര്യങ്ങളും നോക്കിയിട്ട് ഏത് ആളുകൾ വരണം എന്നുള്ളത് നമ്മൾ നോക്കട്ടെ എന്നാണ് സാറ് പറഞ്ഞത്. ഇതിപ്പോ സൈന്യം വരേണ്ട ആവശ്യമില്ല എന്ന് കുമാരസ്വാമി അവിടെ എത്തി പറയുന്നു എന്നുള്ളതാണ്. ഈ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സാങ്കേതികതകൾ പറയുന്നതിനെ എങ്ങനെയാണ് അഞ്ജു കാണേണ്ടത്? നമുക്ക് വിശ്വാസത നഷ്ടപ്പെട്ടു മാഡം. നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും നീതി കിട്ടൂല, ഇങ്ങനത്തെ കാര്യത്തിൽ നീതി കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം ഇപ്പൊ വന്നു. കാരണം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊരു ഡ്രൈവർ അല്ലേ എന്നുള്ളത് ഏതൊരു പോലീസുകാരെ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. ഒരു മിനിസ്റ്ററിന്റെ ആരെങ്കിലും ആ ഒരു ലെവലിലുള്ള ആളുകളോ പൊളിറ്റിക്സ് ആയിട്ട് ഞാൻ പറയല്ല, വലിയ അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി സ്പീഡിൽ ഇതിന് നീതി കിട്ടിയേനെ തോന്നുന്നു, ഇവരുടെ ഒരു മനോഭാവം വെച്ചിട്ട്. അത് ഡ്രൈവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലായതുകൊണ്ടാകാം ഇത്ര ഒരു
അവരെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു രീതിയിൽ പോവാൻ അഞ്ജു, അങ്ങനെയല്ല. ഇതിപ്പോ അർജുൻ അദ്ദേഹത്തിന്റെ ജോലി അങ്ങനെയൊന്നുമല്ല. ഇത് നോക്കുന്നപ്പോ നമ്മളെല്ലാവരും അല്ലെ, നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കേരളം മുഴുവൻ ഒന്നിച്ച് നിൽക്കുകയാണ്. കേരളം മുഴുവൻ നമ്മൾ അങ്ങനെയാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ എല്ലാ സപ്പോർട്ടും, മീഡിയന്റെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം, വിശ്വാസം ഞങ്ങൾക്ക് അത്രയുണ്ട്. നമ്മുടെ കൂടെ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ അവസ്ഥയാണ് പറയുന്നത്. അവിടെ നിന്നുള്ള നമുക്ക് ഓരോ ചോദ്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴേ. ശരി, വളരെയധികം നന്ദി അഞ്ജു. ഇത്രയും നേരം സംസാരിച്ചതിന് തന്നെ സംസാരിപ്പിക്കേണ്ടി വന്നതുപോലും എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അങ്ങ് മുന്നോട്ട് വെക്കുന്ന ഈ ധൈര്യവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാലും എന്തിനെ നേരിടേണ്ടി വന്നാലും മനുഷ്യരൊക്കെ ഇങ്ങനെ വലിയ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് വലിയ പ്രതീക്ഷയുമാണ്. അഞ്ജു, വളരെയധികം നന്ദി. അർജുൻ തിരികെ വരും, അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം, പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. തിരികെ വരാം മറ്റതിഥികളിലേക്ക്. ശ്രീ രാജു പി നാരങ്ങേക്കനെ കേൾക്കാമോ? ശ്രീ രാജു പി നാരദ, ഇതിപ്പോ ഒരു സംസ്ഥാനം മുഴുവനും ഒറ്റ മനസ്സോടുകൂടി നിന്ന് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ തിരികെ കിട്ടണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്, എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം വെച്ചുകൊണ്ട് ഒക്കെ. പക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് നടന്ന കാര്യമാണ്. നമുക്ക് ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മുടെ ഈ ഒരു വേദനയോട് പ്രോപ്പറായി പ്രതികരിക്കുന്നില്ല അവിടുത്തെ സംവിധാനങ്ങൾ എന്നൊരു പരാതി അവരുടെ കുടുംബത്തിനുണ്ട്. ശ്രീ രാജു പി നായർ. തീർച്ചയായും അവർക്ക് അങ്ങനത്തെ ഒരു പരാതിയുണ്ട്. അവരുടെ പരാതിയെ നമുക്ക് ഒരിക്കലും അവഗണിക്കാനും സാധിക്കില്ല. കാരണം അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എന്ത് സംഭവിച്ചു എന്നറിയാതെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ മാത്രമല്ല, ആ അർജുൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ചെറിയ പോരായ്മ കണ്ടാൽ നമുക്കതിനകത്ത് പ്രതികരിക്കേണ്ടി വരും. അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. പക്ഷെ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ കർണാടകയിലുള്ള ശ്രീ DK ശിവകുമാറിൻ്റെ ഓഫീസുമായിട്ടും അതുപോലെ തന്നെ കൃഷ്ണബൈരഗൌഡയുടെ ഓഫീസുമായിട്ടും മന്ത്രിമാരുടെ ഓഫീസും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ MP ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടു. ഓരോ മണിക്കൂറിലും ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇത് വിഷയങ്ങളെ സംബന്ധിച്ച് അപ്ഡേറ്റ് കൊടുക്കുന്നത്. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ഒരു അത്യാഹിതമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 400-500 മീറ്ററിനടുത്ത് മല ഇടിഞ്ഞ് വന്നിരിക്കുകയാണ്. ഏകദേശം കണക്കുകൾ കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ചില മാധ്യമങ്ങളിൽ ഞാൻ കണ്ട 60,000 ടണ്ണോളം ആണ് മണ്ണ് ഒലിച്ചു വന്നിരിക്കുന്നത്. അതിൽ പല രീതിയിൽ ഉള്ള പ്രശ്നമുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് ഗംഗാവല്ലി പുഴ അത് നിറഞ്ഞൊഴുകിയാണ്. അതിലേക്ക് LPG നിറച്ച ഒരു ലോറി ഉൾപ്പെടെ അതിനകത്തേക്ക് പോയ സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ വലിയ മൾട്ടിഫേസഡ് ആയിട്ട് പല രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. ഇന്നലെ വരെ വലിയ മഴയാണ്. ആ വലിയ മഴയത്ത് ഈ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഇതിനു മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി. ഏകദേശം 7ഓളം ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. കാരണം അത് അവിടെ നടത്തിയിരുന്ന കടയുടെ ജീവനക്കാർ അല്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെയുള്ളവരുടെയാണ് ഡെഡ് ബോഡീസ് അവിടെ കിട്ടിയിരിക്കുന്നത്. 2 ട്രക്ക് ഡ്രൈവർമാരുടെയും കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുൻ്റെ ഒരു ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നറിയുന്നത് ഏകദേശം 16-ാം തീയതി വൈകുന്നേരമാണ്. 16-ാം തീയതി വൈകുന്നേരമാണ് ബഹുമാനപ്പെട്ട കോഴിക്കോട് MP ശ്രീ MK രാഘവന്റെ അടുത്ത് കുടുംബം ചെന്നിരുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ അത് കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടും ഉൾപ്പെടെയുള്ളവരോട് അത് സംസാരിച്ചു. അവിടെ നിന്ന് നമ്മളെ സംബന്ധിച്ചുള്ള അർജുന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ അവിടെ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്നാണ് മാധ്യമങ്ങളിലേക്കുള്ള വിവരങ്ങൾ വരുന്നത് ഉൾപ്പെടെയുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇത് വരുന്നത്. അതിനുശേഷം ഇന്നലെ അവിടെ വലിയ, ഞാൻ പറഞ്ഞല്ലോ, മഴ ഉൾപ്പെടെ റെഡ് അലേർട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നു. നമുക്കറിയാം, റഡാർ സംവിധാനം ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് അത് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം അത്രയും വലിയ ശരിയാണ്, ഭീതിയുണ്ട്. അവിടെ ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തകർ പണിയെടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനിടയിൽ നമ്മളിലൊരാളെ കൈവെക്കാൻ മാത്രം പോന്ന ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഒരു സംവിധാനം കാണിക്കുന്നു എന്നുള്ളത് ഒക്കെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അഭിജിത്തിന് കേൾക്കാമോ? എനിക്ക് അതിന്റെ സത്യാവസ്ഥ അഭിജിത്തിന് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അഭിജിത്ത്, ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ തിരഞ്ഞാണ്, കൂടപ്പിറപ്പിനെ തിരഞ്ഞാണ് അഭിജിത്ത് അങ്കോളയിൽ പോയി നിൽക്കുന്നത്. ഭാഷ അറിയാത്ത ഇടത്ത്, എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഇടത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞു നിൽക്കുക, ആശങ്ക പേറി നിൽക്കുക എന്നുള്ളത്
വലിയ വലിയ പ്രശ്നമാണ് അഭിജിത്ത്, അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ വേണം എന്നുള്ളത്, ആരാണ് അവിടെ ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്തത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, 1 മിനിറ്റ് മുമ്പെങ്കിൽ 1 മിനിറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി അഭിജിത്തിന് എങ്ങനെയാണ് നോക്കിക്കാണാൻ കഴിയുന്നത്? ഞങ്ങൾ വന്നത് മുതൽ ഇവിടെ ഒരു സ്പീഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ മീഡിയ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവിടെ എത്ര സ്പീഡിൽ കാര്യങ്ങൾ നടന്നത്. അഭിജിത്ത്, എനിക്ക് കേൾക്കാം. ഞാൻ വന്ന ആദ്യത്തെ 2 ദിവസവും ഇവിടുത്തെ സ്റ്റേഷനിൽ എന്നെയും കൊണ്ട് ഇവിടുത്തെ ഈ ലോറിയുടമ മനാഫ്ക മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയതാണ്. സ്റ്റേഷനിൽ ഞങ്ങൾ 2 ആളെയോ ഒരുപോലെ തന്നെ ഒഴിവാക്കി വിട്ടതാണ്. മനാഫും പിന്നെ ഇത് മുനീർക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ 3 ആളും കൂടി. പിന്നെ ഇന്നലെ രാത്രി വന്നിട്ട് ഇത്ര പ്രശ്നമായതിനു ശേഷമാണ് രാത്രി ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത് വന്നിട്ട് പോലീസുകാർ ഞങ്ങൾ ഒരുമാതിരി ഇത് ആക്കി കൊണ്ടുപോയതാണ്. ഈ കേസ് FIR ഫയൽ ചെയ്യണം പറഞ്ഞ് നിർബന്ധമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 12:30 വരെ എന്നെ അവിടെ നില പിടിച്ചിരുത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ. ഇപ്പോഴാണ് വലിയ കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ഇത്ര പ്രഷർ കാര്യങ്ങൾ വന്നപ്പോൾ. ഇതുവരെ ഞാനിവിടെ വന്ന ആദ്യത്തെ 2 ദിവസം ഇവിടെ മഴ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവിടുത്തെ ഒരു CIനോട് പറഞ്ഞു എൻ്റെ ഏട്ടൻ അതിൻ്റെ ഉള്ളിലുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പറഞ്ഞു. അയാൾ ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ റീല് കാണാം, ഞാൻ പുറത്തുനിന്ന് അത്രയും കരഞ്ഞു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പോൾ അവിടെ 2 ഇറ്റാച്ചും കാര്യങ്ങളും. ഞാൻ എന്നിട്ട് അവിടേക്ക് പോകാൻ നോക്കുമ്പോൾ ഇന്നെ അവിടെ ഉള്ളൊരു പോലീസുകാരെ ലാത്തിയെടുത്ത് വീശിയതാണ്, അങ്ങോട്ട് പോകാൻ പറ്റൂല പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സന്ദർഭം. നമ്മളെ മുന്നിൽ ആളുണ്ടായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു 2 ദിവസം. ഉറങ്ങുമ്പോഴൊക്കെ കണ്ണ് പൂട്ടാൻ പറ്റാത്തൊരവസ്ഥ. എപ്പോഴാണ് അഭിജിത്ത് പിന്നെ ഈ സംവിധാനം ഒന്ന് ചലിച്ചു തുടങ്ങുന്നത്? പിന്നെ ഏച്ചിയും മറ്റേ മനാഫ്കായും കൂടി MP-ൻ്റെ അടുത്ത് പോയപ്പോഴാണ് കാര്യങ്ങൾ പിന്നെ ന്യൂസ് ഏറ്റെടുത്തതും ഇത്ര സ്പീഡായതും. എന്നിട്ടും ഇവിടെ ആരെങ്കിലും MLAയോ MP-യോ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇവർക്ക് ആ ഒരു സ്പീഡ് ഉള്ളായിരുന്നു ഇത്രയും ദിവസവും, ഇന്നലെ വരെ. പിന്നെ ഇന്നിപ്പോൾ രഞ്ജിത്ത് സാർ വന്നപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, കാരണം നല്ല എക്സ്പീരിയൻസിലുള്ള ഒരാളാണ്. കുറച്ചു മുമ്പ് നമ്മൾ രഞ്ജിത്തിനെ വന്നപ്പോൾ ഇപ്പം ഞാനൊരു തൊട്ട് മുന്നേ കണ്ടിരുന്നു, ഈ റൂമിൽ വരുന്നതിന് മുന്നേ ഞാൻ രഞ്ജിത്ത് സാറായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ ഒന്നിനെ കണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കാൻ തന്നെയാണ് പറഞ്ഞത്. കുറച്ചു മുമ്പ് നമ്മൾ രഞ്ജിത്തുമായി സംസാരിക്കുന്ന സമയത്ത് ആ നേരത്താണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അതുവരെയും ഇന്ന് രാവിലെ മുതൽ ഇത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയുക, നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുക, ഇതൊക്കെ മനാഫ് പറഞ്ഞ് നമ്മൾ അറിയുന്നതാണ്. അതിനിടയിലാണ് മനാഫിന് മർദ്ദനമേൽക്കേണ്ടി വരുന്നതും ഒക്കെ. ഈ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ലേ, ഇത്രയും വലിയ മണ്ണിടിഞ്ഞ് വീണിട്ട് ഈ 2 ഹിറ്റാച്ച് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ പക്ഷേ അവർക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഞാൻ 2 ദിവസം അവിടെ വൈകുന്നേരം വരെ ഞാൻ അവിടെ നിന്നുണ്ട്. അവിടുത്തെ നാട്ടുകാരോട് എന്തെങ്കിലും അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഓലും ഞങ്ങളെ കൂടെ നിൽക്കുന്നില്ല, ഒഴിഞ്ഞു മാറുകയാണ്. ഓലെ സ്വന്തം കാര്യം നോക്കി ജസ്റ്റ് വീഡിയോ എടുക്കുക, ഓൽക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടു. അവിടെ ഞങ്ങളെപ്പോലെ തന്നെ വേറെ 2 ഫാമിലിയും അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഹോട്ടലിൽ പണിയെടുക്കുന്ന ഏതൊരാളെ കാത്ത് ഓലെ കുടുംബം ഞങ്ങളെ കൂടെ തന്നെ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഓല് പറയുന്നത് എന്താ വെച്ചാൽ ഈ എടുത്ത് ഒഴിവാക്കുന്ന മണ്ണ് ആ ഒരു ഹോട്ടലിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. അതായത് ഓല ആൾ നിൽക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മണ്ണ് മൊത്തം വലിയ കൂനായിട്ട് കൂട്ടിയിടുന്നത്. ഓല അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ അവിടുന്ന് കരയുണ്ട്, അതിൻ്റെ സങ്കടത്തിൽ. അതൊന്നും വലിയ മനസ്സിലാക്കുന്നില്ല. മനുഷ്യന്മാർ കിടക്കുന്നു എന്ന് പോലെ തന്നെ അവിടെ 2 ഫാമിലി വേറെ ഉണ്ട്. മണ്ണ് കോരിയിടുകയാണ്. അതാണ്. അതായത് അവിടെ ആ ഹോട്ടലിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ മിസ്സിംഗ് ആയിട്ട് ഇതേപോലെ 5 ദിവസമായി. അവരും ഞങ്ങളെപ്പോലെ തന്നെ MLAയും MP എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. നമ്മളിപ്പം മലയാളികളായതിനെ കൊണ്ടാണ് ഇത്ര സ്പ്രെഡായത്. അവരെ ഭാഗത്തുനിന്ന് ആരും വരാനും ഒരു 3 പേരാളുണ്ട്. ഓലെ ഈ 4 ദിവസമായിട്ട് ഞങ്ങളെപ്പോലെ തന്നെ ഈ നാട് മൊത്തം ചുറ്റുന്നുണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊരു ഇത് കിട്ടുന്നില്ല. അവരവിടെ വന്ന് കുത്തിയിരിക്കുകയാണ്. സ്ഥലം കാണിച്ചും കൊടുത്ത് ആ ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്ന അവിടെയാണ്. ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ 2 കഴിഞ്ഞ ദിവസമായിട്ട്, 2-3 ദിവസമായിട്ട്. ശരി അഭിജിത്ത്, വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. മറ്റൊരു നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതൊരു ചോദ്യം കൂടിയാണ്. അഭിജിത്ത്, ഞാൻ വരാം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ശ്രീ കൃഷ്ണദാസ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് അവർക്ക് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്. അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമാവുമോ എന്ന പേടി കൂടിയുണ്ട് അവർക്ക് ഓരോ വാക്കിനും, അല്ലേ? അപ്പോൾ ഇത് ശരിയാണ്,
കേരളം മുഴുവനും അല്ലെ, കേരളം മുഴുവനും ഏറ്റെടുത്തു കഴിഞ്ഞൊരു വിഷയമാണ്. എന്നിരുന്നാലും അർജുനെ ചെറിയ കാലം മുതൽ കണ്ട് പരിചയമുള്ള, അർജുൻ പെട്ടുപോയി എന്ന് വിശ്വസിക്കാൻ പാടുള്ള ആളുകൾ കൂടിയാണ് നിങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിൽ കൂടുതൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മാധു, ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ടിട്ട് 100 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മനുഷ്യത്വമില്ലാത്ത ഒരു സംവിധാനത്തിന് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഒരു സംവിധാനത്തിന് ഇങ്ങനെയാകാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അനുഭവമില്ല. ഏത് പ്രതിസന്ധിയിലും തൻ്റെ ജീവൻ നോക്കാതെ ജീവന് വേണ്ടി പോരാടുന്ന, അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയും ഒരു സംവിധാനമോ ഇങ്ങനെയൊരു നാടോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ട്. എങ്ങനെയാണ് ഈ അഭിജിത്തിനെ പോലുള്ളവരവരെ കഴിയുന്നതെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അവർ നൽകുന്ന മറുപടികൾ, അവിടെ നടക്കുന്ന ദൃക്സാക്ഷി വിവരണങ്ങൾ നമുക്ക് തരുമ്പോൾ ഇവരെന്താണ് ഒരു മനുഷ്യജീവനെ നൽകിയിരിക്കുന്ന വില എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിജിത്ത് ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി ലോറി ഡ്രൈവറായിട്ട് പോയതാണ്. ചോദ്യം പോലും അതാണ്. അഭിജിത്ത് ഡ്രൈവറാണോ എന്നാണ് ചോദിക്കുന്നത്, മനുഷ്യനാണോ എന്ന് ചോദിക്കാൻ മറന്നുപോയൊരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ എന്ത് നീതിയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? എന്നാലും പ്രത്യാശ കൈവിടാത്ത ഒരു കുടുംബത്തെയാണ് സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ചർച്ച നടത്തുന്നത്. കേരളക്കാരെ ഒന്നായിട്ട് അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നാട് മുഴുവൻ ആ കുടുംബത്തിൻ്റെ തേങ്ങലുകൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പോലും ഇതെല്ലാം കാണുന്ന, കേൾക്കുന്ന അധികാരി വർഗം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ, കാരണം അഭിജിത്ത് ഈ ജോലിയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം പോലും വളരെ പ്രയാസപ്പെട്ടൊരു സമയത്താണ്. കാരണം അവൻ്റെ അച്ഛൻ കിണറ്റിൽ വീണ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ പഠനം നിർത്തി, അച്ഛ ഇനി ആ കുടുംബത്തെ നോക്കാൻ വേണ്ടി ഞാനും കൂടി ജോലിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് 18-19 വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയ ഒരു പയ്യനാണ്. അത് തുന്നൽപ്പീടിയിൽ നിന്ന് തുടങ്ങി പെയിൻറ്ററായി, പെയിൻറ്റിങ് ജോലിയിൽ നിന്ന് മാറി ഇന്നൊരു ലോറി ഡ്രൈവറായി ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ അവൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ കേട്ട കാര്യം ഏത് മനസ്സുറപ്പുള്ളവനും താങ്ങാൻ വേണ്ടി പറ്റാത്തതാണ്. ആ അച്ഛൻ പറയുന്നത്, ഇന്ന് എല്ലാ ദിവസവും 3:30 മണിയാകുമ്പോൾ എന്നെ വിളിക്കും, അച്ഛൻ എഴുന്നേറ്റോ, പശുവിനെ കറന്നോ എന്ന് ചോദിക്കുന്ന ഒരു മകൻ. അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ സഹോദരിയുടെ വിവാഹ നിശ്ചയമാണ്. അതിനുവേണ്ടി പെയിൻ്റ് അടിക്കാൻ ഞാൻ വന്നിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് വരുമെന്ന് പറഞ്ഞ് അച്ഛന് ഈ യാത്രക്കിടയിലും സമാധാനിപ്പിക്കുന്ന ഒരു മകൻ. ആ മകൻ, അച്ഛൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, എന്നോട് മാത്രം മറ്റു മക്കളിൽ കൂടുതൽ അവനോടാണ് എനിക്ക് സ്നേഹം, അല്ലെങ്കിൽ അവന് എന്നോടാണ് സ്നേഹമെന്ന് പറയുന്ന ഒരു മകനെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ ഒരു ശ്രമവും നടത്താത്ത ഒരു അധികാരവർഗത്തിന് മുന്നിലായല്ലോ ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ അച്ഛനോട് വാക്കുകൾ കിട്ടാത്തവരാണ് ഞങ്ങളൊക്കെ. ഒരു മറുപടി പറയാൻ പറ്റാത്തവരായിട്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവിടെ ഏത് സംവിധാനം എന്നുള്ളതല്ല, ഇത് കേരള സംസ്ഥാനമാണോ, കർണാടക സംസ്ഥാനമാണോ, കേന്ദ്ര സംസ്ഥാനമാണോ നടത്തേണ്ടത് എന്നതല്ല പ്രശ്നം. മണ്ണിനടിയിൽ ഒരു മനുഷ്യജീവനുണ്ട്. ഈ സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യജീവൻ ഇല്ലെങ്കിൽ, മനുഷ്യജീവൻ ചെറുതാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു വാഹനം അതിനടിയിലുണ്ട്, മണ്ണിനടിയിൽ. അതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സംവിധാനത്തിനോട് നമ്മൾ എന്താണ് പറയേണ്ടത്? നമുക്ക് സേനാ വിഭാഗമുണ്ട്, ഏത് പ്രതിസന്ധിയിലും വിളിച്ചാൽ വരുന്ന ഒരു സേനാ വിഭാഗം നമുക്കുണ്ട്, നമുക്ക് വിശ്വാസമുള്ള ഒരു വിഭാഗം. എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൊണ്ടുവരണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. അത് നോക്കൂ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജീവൻ ഒരു മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞാൽ ലോകം മുഴുവൻ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കാൻ ഒരു സാധാരണക്കാരന് അവന്റെ ഡ്രൈവർ ജോലി, അവന്റെ ഐഡന്റിറ്റി, അവന്റെ സ്ഥലം എവിടെയാണ്, അവന്റെ ഭാഷ എന്താണ്, ഇതൊക്കെ വിഘാതമാകാൻ പാടുണ്ടോ ലോകത്തേതെങ്കിലും ഒരു കോണിൽ? അത് ഒരിക്കലും പാടില്ല. എനിക്ക് തോന്നുന്നു ശ്രീ കൃഷ്ണദാസ് പറഞ്ഞപ്പോൾ അദ്ദേഹം അഭിജിത്ത് എന്നാണ് പറഞ്ഞത്, അർജുനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, അഭിജിത്ത് അല്ല എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരു സംവിധാനവും അർജുനെ കണ്ടെത്തുന്നത് വരെ, ജീവനോടെ നമുക്ക് കിട്ടുന്നത് വരെ ഒരു സംവിധാനവും പൂർണ്ണമല്ല. എന്തൊക്കെ സംവിധാനം ഉപയോഗിക്കാവോ അതെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കി. ഇപ്പം ഞാൻ പറയാം, 16-ാം തീയതി രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 16-ാം തീയതി ഉച്ചക്കലത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് ഞാനിപ്പോൾ വായിക്കുകയായിരുന്നു.
അവിടെ കളക്ടർ ഉൾപ്പെടെ മുഴുവൻ സംവിധാനമുണ്ട്. അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി അവർ റിക്കവർ ചെയ്തു. അതിനകത്തൊരു ഇത് നേരെ കണ്ട ഒരു ഐ വിറ്റ്നസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ ഐ വിറ്റ്നസ് പറയുന്നത് ഇത് ഒരു കാറ് പാസ് ചെയ്ത് പോയിരുന്നു, ആ കാറ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് എത്തിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആർക്കും ഇത്തരത്തിലൊരു വാഹനം അതിനകത്ത് പെട്ടു എന്നുള്ളത് ആദ്യം ഒരു ഫസ്റ്റ് ഇത് ഹാൻഡ് അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല അവിടെ. കാരണം അവിടെ ഒരു വലിയ ഒരു 400 മീറ്ററോളം മണ്ണ് ഈ പറയുന്ന 10 മീറ്ററോളം ഉയരത്തിൽ ഇടിഞ്ഞു. അതിന് പുഴയിലേക്ക് പോയി, പുഴ കര കവിഞ്ഞൊഴുകുന്നു. ഈ സംവിധാനം പോലും ഉണ്ട്. അവിടെ കണ്ടവർ നിന്നവർക്ക് പോലും എത്ര വാഹനങ്ങൾ അതിന് പെട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇപ്പൊ ഇന്ന് തന്നെ വരുന്ന റിപ്പോർട്ട് മറ്റൊരു ലോറി കൂടി, ഒരു തമിഴ്നാട് നിന്നുള്ള മറ്റൊരു ലോറി കൂടി അതിനകത്തുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത ആദ്യം വരുന്ന സമയത്ത് മാതൃഭൂമി ന്യൂസിൽ നിന്ന് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കർണാടകയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി, 7 പേർ മരിച്ചു എന്ന സ്ഥിരീകരണം വരുന്നുണ്ട്. 7 പേരേ ഉള്ളൂ എന്ന് അധികൃതർ അങ്ങ് ധരിക്കുകയാണ്. ഇനി അതിനുശേഷം ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു അലംഭാവം, ഉദാസീനത അവരെ ബാധിക്കുകയാണ്. പിന്നീട് മെല്ലെ മണ്ണിളക്കി ചെല്ലുന്നതിനിടയിലാണ് 2 സ്കൂട്ടറുകൾ അവിടെ കാണുന്നത്. അപ്പോൾ കൂടുതൽ പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു മിസ്സിംഗ് കേസായ അർജുന്റെ കാര്യം അവിടെ വരുന്നുണ്ട്. അതവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ആദ്യം കുടുംബം വിളിക്കുന്ന സമയത്ത്. പക്ഷേ അപ്പോഴും ഈ സംവിധാനം ചലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആദ്യഘട്ടത്തിൽ കളക്ടർ വന്നു, ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പിന്നീട് പക്ഷേ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. അല്ല, അതിനെ നമ്മൾ അന്വേഷിക്കേണ്ടിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അവിടെ കൃഷ്ണബൈരഗൌഡയാണ് അദ്ദേഹത്തെ അവിടുത്തെ ചാർജുള്ള മറ്റേ നമ്മുടെ ഇതിന്റെ മന്ത്രി. അദ്ദേഹം മുഴുവൻ സമയവും അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ ഇൻചാർജാണ്, അദ്ദേഹം അവിടെയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ KC വേണുഗോപാലിന്റെ ഓഫീസ് ഉൾപ്പെടെ മുഴുവൻ സംവിധാനവും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ദൗത്യസംഘം. ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടാവും പറയുമല്ലോ, നമ്മൾ അതിനകത്തൊരു ചർച്ചയ്ക്കും രാഷ്ട്രീയ രാഘവൻ ചേരുന്നുണ്ട്. ഞാൻ ഒന്ന് അദ്ദേഹത്തിലേക്ക് പോയിട്ട് വരട്ടെ. ശ്രീ MK രാഘവൻ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ MK രാഘവൻ, 5 ദിവസം, ഏതാണ്ട് 100 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മുടെ ആശങ്ക ഏറ്റവും മുൾമുനയിൽ നിൽക്കുന്നത് അർജുന്റെ പ്രിയപ്പെട്ടവരോട് എന്ത് പറയണം, എന്ത് ചോദിക്കണം എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങ് തുടക്കഘട്ടത്തിൽ ഇടപെട്ട ഒരാളാണ്. ഇനി എന്തു ചെയ്യാൻ കഴിയും നമുക്ക്? അല്ല സർ, ഇത് 18-ാം തീയതി വൈകുന്നേരം 6:00-ക്കാണ് എന്റെ വീട്ടിൽ ഈ അർജുന്റെ കുടുംബം എല്ലാം വരുന്നത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ പ്രോഗ്രാമിന് പോയതായിരുന്നു. അവിടെ നിന്നാണ് ഫോണിൽ വിളിക്കുന്നത്. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ SP-യുടെ നോർത്ത് കാനറ SP-യുടെ നമ്പർ സംഘടിപ്പിച്ചു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം സ്പോട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്നോട് ഈ തീവ്രമായ മഴയാണ്, അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ ഈ ബാക്കി കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. അന്ന് രാത്രി തന്നെ ബന്ധപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ബന്ധപ്പെട്ട് സംസാരിച്ചു. ഇന്നലെ രാവിലെയും സംസാരിച്ചു. അങ്ങനെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നെല്ലാമാണ്, അതുപോലെ മറ്റുള്ളവരുടെ എല്ലാം കൊണ്ടുമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടുത്തെ ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യം കൂടി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പം കിട്ടുന്നൊരു ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത്, ലോറി ഏറെക്കുറെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്ന വിവരം. ഇത് പൂർണ്ണമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അർജുനെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ശരി, ശ്രീ MK രാഘവൻ, മനുഷ്യ സാധ്യമായ രക്ഷാപ്രവർത്തനമൊക്കെ അവിടെ നടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനിടയിലും സിദ്ധരാമയ്യയുടെ ഓഫീസ് നേരിട്ടിടപെടുന്നു, DK ശിവകുമാറിന്റെ ഓഫീസ് നേരിട്ടിടപെടുന്നു, കേരള സർക്കാർ മുഴുവൻ സമ്മർദ്ദവും ഉപയോഗിക്കുന്നു, അങ്ങ് തന്നെ നേരിട്ടിടപെടുന്നു, കളക്ടർ അവിടെ വരുന്നു. ഇതെല്ലാം ശരി. അതിനിടയിൽ അർജുന്റെ ബന്ധുക്കളോട്, അർജുന്റെ കാര്യം അന്വേഷിക്കാൻ ചെല്ലുന്ന ആളുകളോട് അവരുടെ മേൽ കൈവയ്ക്കാൻ മാത്രം ധാർഷ്ട്യം എങ്ങനെയാണ് കർണാടക പോലീസിന് ഉണ്ടാകുന്നത്? അപ്പോ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിക്കുന്ന, ഇടപെടുന്ന സംഭവത്തിൽ പോലും ഇങ്ങനെയാണോ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്? അതിനെക്കുറിച്ച് പൂർണ്ണമായി എനിക്കറിയില്ല. അറിയാത്ത കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. അല്ല, നമ്മൾ അറിയേണ്ടതല്ലേ ശ്രീ MK രാഘവൻ? അതായത് അങ്ങേക്ക് ആഗ്രഹമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരിട്ട് അവിടെ പോയി നിൽക്കണം, അർജുനെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അല്ലേ?
അല്ല അത് തെറ്റാണ് മാധു, അങ്ങനെ സംഭവിച്ചിട്ടെങ്കിൽ തെറ്റാണത്. മനാഫ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, കേരളത്തിലെ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞതാണ്. കൈവച്ചുവെന്ന് കള്ളം പറയേണ്ട എന്ത് ആവശ്യമാണ് നമ്മളിൽ ഒരാൾക്കുള്ളത്? അല്ല, ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യമാണ് ഇപ്പോൾ മാധു പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് നിർബന്ധമായും അത് തീർച്ചയായും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിപ്പോ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്, നമ്മളിൽ ഒരാളുടെ ജീവൻ അതിനുള്ളിൽ കിടക്കുകയാണ്. നമുക്ക് കർണാടക സർക്കാരിന്റെയും പോലീസിന്റെയും പൂർണ്ണ സഹകരണം ആവശ്യമുണ്ട്. പക്ഷേ അർജുനെ തിരികെ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനുശേഷവും നമ്മളിൽ ഒരാളെ, ഈ പറയുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ, ഒരു ദുരന്തത്തിനിരയായ ഒരാളെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കാക്കിയിട്ട ആളുകൾക്ക്, നിയമപാലകർക്ക് കൈയെടുത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ സംവിധാനം വരുന്നതെങ്കിൽ ആ സർക്കാർ നമ്മളോട് ഉത്തരം പറയേണ്ടതുണ്ട്. ശ്രീ എം കെ രാഘവൻ. ഞാൻ പറഞ്ഞല്ലോ മാധു, ആ കാര്യത്തില് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കുന്ന ആളല്ല ഞാൻ. ഒരിക്കലും സമ്മതിക്കാനും പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അതൊക്കെ കർണാടക പോലീസ് അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി അന്വേഷിക്കേണ്ട വിഷയം കൂടിയാണ്. ഓക്കെ, ശ്രീ എം കെ രാഘവൻ, ഒറ്റ കാര്യം കൂടി. കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ഈ സമയത്ത് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അവിടെ ആർമിയുടെ സഹായം ലഭ്യമാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോ എസ് ഡി കുമാരസ്വാമി വന്ന് പറയുന്നത് ആർമി വരേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അതല്ലാതെ തന്നെ രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന എന്ത് സംവിധാനമായിരിക്കാം അവിടെയുള്ളത്? അല്ല മാധു, ഞാൻ മനസ്സിലാക്കിയ കാര്യം NDRFന്റെ ഫുൾ ടീം അവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന്. അതുകൂടാതെ ഫയർഫോഴ്സിന്റെ ഫുൾ ടീം ഇറങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം വലിയൊരു ഫോഴ്സ് തന്നെ അവിടെ ഇപ്പോഴുണ്ട്. സെൻട്രൽ NDRFന്റെ ഫോഴ്സ് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ എം കെ രാഘവൻ. നമ്മളോട് സംസാരിച്ചതിന് സാധ്യമായ എല്ലാ വഴികളും അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ജീവനാണ് അല്ലേ, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞ ഒരു ജീവൻ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും ആവശ്യവും. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ അരുൺ ഭാസ്കർ, ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിലാണ് അവിടെയുള്ള ദൗത്യ സംഘം എന്ന് പറയുന്നത്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 60,000 ടൺ മണ്ണാണ് ഒലിച്ചു വീണത്. ദുഷ്കരമാണ്. ഏതു സമയത്തും ഇനിയും അപകടമുണ്ടാകാം. ജീവൻ പണയം വെച്ചു തന്നെയാണ് എല്ലാവരും നിൽക്കുകയും പ്രവർത്തിക്കുകയും അർജുനു വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് അർജുൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത, അതിന് വിഘാതമായി നിൽക്കുന്ന എന്തു ഘടകമാണ് അവിടെയുള്ളത്? ഓക്കെ, ആക്ച്വലി ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര പൊക്കത്തിൽ നല്ല ഹൈറ്റിലാണ് മണ്ണ് വീഴുന്നത്. അപ്പം നോർമലി 10 അടി തൊട്ട് 30 അടി വരെയൊക്കെ ആഴത്തിൽ മണ്ണ് വീഴാറുണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റിലൊക്കെ മണ്ണ് വീഴുമ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നത്, നമുക്ക് കൂടുതലും നമ്മൾ സെർച്ച് പലതരത്തിലുണ്ട്. നമ്മൾ ഫിസിക്കൽ സെർച്ച് നമ്മുടെ മാൻ പവർ ഉപയോഗിച്ചും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള സെർച്ച് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ സെർച്ച് ഉണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുള്ള സെർച്ച് ഉണ്ട്. പിന്നെ കാനൈൻ, പട്ടി ഉപയോഗിച്ചുള്ള സെർച്ച് ഉണ്ട്. പക്ഷേ ഇതൊന്നും സക്സസ്ഫുൾ ആവില്ല. കാരണം നോർമലി ഞങ്ങൾ നിലമ്പൂർ കവളപ്പാറ ഇതുപോലെ 59 പേര് മണ്ണടിപ്പോയ സംഭവം ഉണ്ടായിരുന്നു 2019. അപ്പോൾ അന്നും ഞങ്ങൾ ഓപ്പറേഷൻ നടത്തുകയാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഫിസിക്കൽ സെർച്ച് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ മാൻ പവർ ഉപയോഗിച്ച്, കൂടുതൽ ഹെവി എക്യുപ്മെൻറ്റ്സ്, എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഈ ടെക്നോളജി പല സ്ഥലത്തും ഫെയിൽ ആവുന്നുണ്ട്. കാരണം ടെക്നോളജി ഇപ്പോൾ GPR റഡാർ സംവിധാനമുണ്ട്, ജിയോ പൊസിഷനിങ് റഡാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം, ആ സംവിധാനം അവിടെ കൊണ്ടുവന്നു. കവളപ്പാറ നിലമ്പൂരിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായപ്പോൾ GPR റഡാർ കൊണ്ടുവന്നു. നാഷണൽ ജിയോ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹൈദരാബാദിൽ. അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ GPR റഡാർ അവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഒരു ഫുൾ ഡേ അവർ നോക്കിയിട്ട് അവർക്ക് ഒരു ബോഡി പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം GPR ടെക്നോളജി എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ് ആണ്. അത് ഈ മണ്ണും ചെളിയും വെള്ളം ഉണ്ടെങ്കിൽ അതിനെ പെനിട്രേറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് അകത്തേക്ക് പോവില്ല. ചെളിയും വെള്ളം അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഇതിൻ്റെ വേവ്സിൻ്റെ ഇമേജ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ റഡാർ ടെക്നോളജി അവിടെ ഈ കേസിൽ ഫെയിലാവും. അപ്പോൾ അതുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ ഫിസിക്കലി കൂടുതൽ മാൻ പവറും കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അറ്റ് എ ടൈം അവിടെ ചെയ്ത് 18 എർത്ത് മൂവേഴ്സ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തു. 18 എർത്ത് മൂവേഴ്സ് 18 ടീം. ഓരോ എർത്ത് മൂവറിനും 10 പേരെ വെച്ച് കൊടുത്തു. ഒരു ഓഫീസർ ഉൾപ്പെടെ 10 പേരെ ഞങ്ങൾ കൊടുത്തിട്ടാണ് നിലമ്പൂർ ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ എഫർട്ട് തന്നെയാണ് മാക്സിമം അവിടെ ചെയ്യേണ്ടത്. മറ്റു ടെക്നോളജി ഇപ്പോൾ ഡോഗിനെ ഉപയോഗിച്ചുള്ള സെർച്ച് അതും പോസിബിൾ അല്ല. ഭൂമിക്കടിയിൽ ഒരു ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ഡോഗിനെ ഉപയോഗിച്ച് സെർച്ചും പോസിബിൾ അല്ല.
പിന്നെ റോബോട്ടിക് അതൊന്നും അത്ര ടെക്നോളജി നമുക്കിവിടെ ആയിട്ടില്ല കാര്യമായിട്ടും. അപ്പോൾ നോർമലി നമുക്ക് മാൻ പവർ ഉപയോഗിച്ചുള്ള സെർച്ച് തന്നെയാണ് കൂടുതൽ വേണ്ടത്. ശ്രീ അരുൺ ഭാസ്കർ, അങ്ങനെയാണെങ്കിൽ മാൻ പവർ ഉപയോഗിച്ചുള്ള സെർച്ച് മാത്രമാണ് ഫലപ്രദമായത് എങ്കിൽ അതിനാവശ്യമായ തരത്തിൽ ഇപ്പോൾ 10-60 പേരുടെ ഒരു സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം ടൺ മണ്ണ് വീണ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്രയും പെട്ടെന്ന് അതിനൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പോകുന്നൊരു സംഘം അവിടെ ഉണ്ട് എന്ന് തന്നെയാണോ അങ്ങ് വിചാരിക്കുന്നത്? അത് ആ ഏരിയ അനുസരിച്ച് അത് കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഏരിയ ഇപ്പോൾ എത്ര ഡെപ്തിൽ മണ്ണ് പോയിട്ട്, ഇപ്പോൾ 30 അടി 20 അടി 30 അടി പൊക്കത്തിൽ മണ്ണ് പോയിട്ടുണ്ട്. അപ്പോൾ എത്ര ഏക്കർ ഏരിയ ഉണ്ട്, അപ്പോൾ ആ ഏരിയ അനുസരിച്ചാണ്. അപ്പോൾ ആ ഒരു എർത്ത് മൂവറിന് പോകാൻ പറ്റുന്ന മണ്ണൊരു പരിധിയുണ്ട്. അപ്പോൾ ആ ഏരിയക്ക് അനുസരിച്ച് എണ്ണം കൂട്ടേണ്ടി വരും. അപ്പോൾ 6 എന്നുള്ളത് 10, 12, 15 അങ്ങനെ ഒരു കൂട്ടിക്കാണ്. ആ ഏരിയ അനുസരിച്ച് എത്രത്തോളം ഏരിയ സെർച്ച് ചെയ്യേണ്ട അതിനനുസരിച്ച് എണ്ണം കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എത്ര എണ്ണം അത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് കൂടുതൽ ചാൻസ് കിട്ടും. കാരണം അത്രയും ഏരിയ സെർച്ച് ചെയ്യാൻ പറ്റും, അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് എ ടൈം മാക്സിമം എർത്ത് മൂവേഴ്സ് വർക്ക് ചെയ്യുക, ടീം വർക്ക് ചെയ്യുക, ഓരോ എർത്ത് മൂവറിൻ്റെ അടുത്ത്. കാരണം മെയിൻ നമുക്ക് അതാണ് ചെയ്യാനുള്ളത്, ഇത് ബോഡി അങ്ങനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓരോ എർത്ത് മൂവറിനും ഒരു ഓഫീസർ വെച്ചിട്ട് ഒരു ടീം വർക്ക് ചെയ്യുക. അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും, ഈവൻ ബോഡി എടുക്കുന്ന ബാഗ് ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റേ ആംബുലൻസ് അങ്ങനെയുള്ള എല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഹാൻഡ്സെറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ അവർക്ക് മറ്റ് സപ്ലൈ, അവർക്കുള്ള ആവശ്യമുള്ള റിസോഴ്സെല്ലാം സപ്ലൈ, ഫുഡ്, വാട്ടർ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ വർക്ക് ചെയ്യും. ഈവൻ മഴ നല്ല ഹെവി റെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട കേസ് വരുന്നില്ല എന്നുള്ളതാണ്. ശ്രീ അരുൺ ഭാസ്കർ, ഒറ്റ കാര്യം കൂടി, ശ്രീ അരുൺ ഭാസ്കർ, ഇപ്പോൾ ഇന്നലെ ദുരന്ത നിവാരണ വിദഗ്ധ ശ്രീമതി KG താര നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ആർമിക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായ പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ആവശ്യം അതാണ്. കേന്ദ്രമന്ത്രിയോടക്കം നമ്മൾ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അവിടെ വീണ്ടും മണ്ണൊലിപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയ ആശങ്ക. അവിടെയാണെങ്കിൽ പോലും കാര്യക്ഷമമായ, ഇപ്പോൾ സിയാച്ചിൻ മേഖലയിലൊക്കെ കാര്യക്ഷമമായ തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള ആർമിയുടെ വിങ്ങുകളുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഫലപ്രദമായി തിരച്ചിൽ നടത്താൻ കഴിയും എന്നതടക്കം പലരും പറയുന്നുണ്ട്. ഓക്കെ, അത് അവരെ വിളിക്കാം, അവരുടെ ഓപ്ഷനാണ്. ആർമിയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രതിസന്ധി സാഹചര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അവരെ വിളിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ കേരള പാരാറെസ്ക്യൂ ടീം വളരെ നല്ല രീതിയിൽ നമ്മൾ ആ എഫർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കവളപ്പാറ ആയാലും പെട്ടിമുടി ആയാലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്ത് മാക്സിമം ബോഡീസ് കണ്ടുപിടിച്ചതും എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ മറികടന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ 30 അടി പൊക്കത്തിലൊക്കെ മണ്ണ് വീണിട്ടാണ് നമ്മൾ ആ കവളപ്പാറയൊക്കെ രക്ഷപ്പെടുത്തത്. പെട്ടിമുടിയിലൊക്കെ അത്രയും പാറ കെട്ടിയൊക്കെയാണ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അത് അത്രയും പല റോഡൊക്കെ ഒലിച്ചു പോയ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അവിടെ റോഡല്ല, പാലമില്ല, പിന്നെ പുതിയ റോഡ് ഉണ്ടാക്കേണ്ടി വരുന്നു. പിന്നെ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ എർത്ത് മൂവേഴ്സ് വർക്ക് ചെയ്യിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറേ എഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേരള പാരാറെസ്ക്യൂ ടീം. പക്ഷേ അതേപോലെ ചെയ്യേണ്ടി വരും. അവരെ ഒരു പരിധിവരെ ഇനി അവർക്കത് എന്തെങ്കിലും മാൻ പവർ ആവശ്യമുണ്ടെങ്കിൽ ആർമിയെ ഒക്കെ വിളിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്കും ഒരു ഓപ്ഷൻ നല്ലതാണ്. നമുക്ക് കൂടുതൽ റിസോഴ്സ് വിളിക്കുന്നത് നല്ലത് തന്നെയാണ് മാൻ പവർ. അപ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വിളിക്കുക നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് കൂടുതൽ ടെക്നോളജി എത്രത്തോളം പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. മാൻ പവർ അവരുടേതായ കോൺഫിഡൻസ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. മറ്റ് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് എക്യുപ്മെൻറ്റ്സ് ഇത് എടുത്ത് കട്ട് ചെയ്തെടുക്കാനുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാവും. ഡിറ്റക്ഷൻ അത്ര നല്ല എഫക്റ്റീവ് അല്ല. കാരണം വെള്ളം മാത്രമാണെങ്കിൽ നമുക്ക് സോണാർ ടെക്നോളജി, അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഡിറ്റക്ഷൻ പറ്റും വെള്ളത്തിനടിയിലാണെങ്കിൽ. പിന്നെ അതുപോലെ സോളിഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ GPR റഡാർ ഉപയോഗിക്കാം. എർത്ത് ആണെങ്കിൽ അങ്ങനെയുള്ള കേസാണെങ്കിൽ റഡാർ ടെക്നോളജി. പക്ഷേ മണ്ണും ചെളിയും വെള്ളവും കൂടെ വരുമ്പോൾ ഈ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ഈ GPS സംവിധാനം ഉള്ളതുകൊണ്ട് പൊതുവിൽ എളുപ്പമായിരിക്കും എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ തുടക്കത്തിൽ കരുതിയത്. ഓക്കെ, GPS സംവിധാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിവൈസൊക്കെ ഡിറ്റക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും മൊബൈൽ അതുപോലുള്ള എന്തെങ്കിലും ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി നമുക്ക് ഹ്യൂമൻ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഡെപ്തിൽ അത്രയും വെള്ളവും ചെളിയും വീഴുന്ന ഒരു സ്ഥലത്ത് ബോഡി ഒന്നും GPS ടെക്നോളജി വെച്ച് ബുദ്ധിമുട്ടാകും. കാരണം ആ വേവ്സ് പോവില്ല. ഈ വെള്ളവും ചെളിയും കടന്നിട്ട് ഈ വേവ്സ്, ഈ റേഡിയോ വേവ്സ് താഴെ പോയെങ്കിലേ അതിൻ്റെ ഇമേജ് നമുക്ക് കിട്ടുള്ളൂ, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് താഴോട്ട് പോവില്ല. വെള്ളവും ചെളിയും ക്രോസ് ചെയ്ത്
ഇതിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ലാൻഡ് സ്ലൈഡുള്ള ഏരിയയിൽ കൂടുതലും ചെളിയും വെള്ളമായിരിക്കും ഉള്ളത്. ശരി, എന്തായാലും ഈ പറയുന്ന സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തുടർച്ചയായ പരിശോധന അവിടെ തുടരുകയുമാണ്. KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരനിലേക്ക് കൂടി. ശ്രീധരൻ, ഇപ്പോൾ ഇന്നലെ 9 മണി വരെയാണ് ഈ പറയുന്ന രക്ഷാദൗത്യം മുന്നോട്ട് പോയത്. ഇന്ന് രാത്രി വൈകിയുമുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുണ്ടോ? എത്ര മണിവരെ തെരച്ചിൽ തുടരും എന്നാണ് ഏകദേശം ധരിക്കുന്നത്? മാധു, ഇന്ന് 10 മണിവരെ തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാന കാര്യമായി തോന്നിയത് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഏതായാലും അല്പസമയം മുൻപ് ഈ ദുരന്ത നിവാരണ രംഗത്തൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള രഞ്ജിത്ത് അദ്ദേഹം പുറത്തു വന്ന് ചില അപ്ഡേറ്റ്സുകൾ നൽകിയുണ്ടായി. അതായത് ഇപ്പോൾ തിരയുന്ന ഒരു ഭാഗത്ത് 70% സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തിരച്ചിലിന്റെ രീതി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ രഞ്ജിത്തിന്റെ മുൻപരിചയം വെച്ചുകൊണ്ട്, എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ NDRFും ഈ രഞ്ജിത്തിന്റെ നിർദ്ദേശപ്രകാരം ആ ഭാഗത്തുള്ള മണ്ണ് നീക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് റഡാറിന്റെ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ട്രക്കിന്റേതാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാറൊന്നും ആയിട്ടില്ല. പക്ഷേ സിഗ്നലുകൾ അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് രഞ്ജിത്ത് നൽകുന്ന ഒരു വിവരമാണ്. ഏതായാലും ശുഭപ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപൊക്കെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. ഏതായാലും ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോഴും. ഈ രാത്രിയിലും അവിടെ വെളിച്ചം സംവിധാനമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിയുടെ പരിശോധനയുണ്ടായിരുന്നു. ഇന്നിപ്പോ രാത്രി 10 മണിവരെയെങ്കിലും കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ നടത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവിടെ നിന്ന് പങ്കുവെക്കുന്നത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകും. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ, എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ, വിവരങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കുകയും ചെയ്യുക. അഭിജിത്തിലേക്ക് ഒരിക്കൽ കൂടി. അഭിജിത്ത്, ഇപ്പോൾ ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഒരു വഴിക്ക്, ഇപ്പോഴെങ്കിലും നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് എന്താണ് അവിടെ നിന്നുള്ളൊരു എന്താണ് അങ്ങോട്ട് പറയാൻ കഴിയുന്നത് അഭിജിത്ത്? അതായത് അഭിജിത്തിനെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണ്, എല്ലാവർക്കും ചെല്ലണമെന്നും അവിടെ അന്വേഷിക്കണമെന്നും ഒക്കെ ഉണ്ടാകും. പക്ഷെ വീട്ടുകാരോട് സംസാരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വിഷമമേറിയ ദൗത്യമാണ്? വീട്ടിൽ ആദ്യത്തെ 2 ദിവസം ഞാൻ വിളിച്ച് പ്രതീക്ഷ കൊടുത്തിരുന്നു. ഏട്ടൻ എവിടെയെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ കുറേ ഉള്ളിൽ കൂടെയൊക്കെ പോയി നോക്കി. അതായത് ഈ കാട് പ്രദേശങ്ങൾ എവിടെയെങ്കിലും വണ്ടി കുടുങ്ങി കിടക്കുകയാണോ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യമാണെങ്കിൽ റേഞ്ച് ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തായിരുന്നു ഞാനും ഇക്കാക്കന്മാരും കൂടി. പിന്നെ അവിടെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്കാണ് GPS ലൊക്കേഷനും അവിടെ കണ്ട സ്ഥിതിക്കാണ് പിന്നെ അവിടേക്ക് പോയത്. പിന്നെ വീട്ടുകാരോട് ഞാൻ അധികം സംസാരിച്ചിട്ടില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക എന്നല്ലാതെ. ശരി, ഇപ്പോൾ ഈ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം അവിടെ എത്തിയല്ലോ. അവർ പുറത്തു വന്നതിന് ശേഷം അഭിജിത്തിനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ? അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ, അതായത് ഇന്നലെ വരെ നടന്നത് കറക്റ്റായിട്ടുള്ള വേലല്ല രക്ഷാപ്രവർത്തനം നടന്നത്. ജസ്റ്റ് അവരുടെ ഒരു ഏരിയ വൃത്തിയാക്കുക, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നടന്നത്. പക്ഷെ ഇന്ന് ഈ രഞ്ജിത്ത് സാർ വന്നതിന് ശേഷം ഞങ്ങൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് സാർ കൂടുതലായിട്ട് നോക്കുന്നത്. വഴി ക്ലിയർ ചെയ്യാനുള്ള നടപടിയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നടന്നത് അല്ലേ? അതെ അതെ അതെ. ഇന്നിപ്പോ സാറ് കറക്റ്റ് പറയുകയും ചെയ്തു, അത് തന്നെയാണ് ഇത്രയും ദിവസം നടന്നത്. ഒരിക്കലും ഏട്ടന്റെ വണ്ടി നിൽക്കാൻ സാധ്യത അല്ലാത്ത സ്ഥലത്താണ് ഈ 4 ദിവസം വരെ. അതായത് ഒരിക്കലും അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് വലിയ തെരച്ചിൽ എന്ന് പറഞ്ഞ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് 4 ദിവസം തപ്പുന്നത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന്. ശരി അഭിജിത്ത്, ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന കുറച്ച് മുൻപ് രഞ്ജിത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു 5 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുകയാണ്, നിങ്ങൾ സ്പോട്ടിലാണുള്ളത്, ഇനി ഞങ്ങളാണ് ഈ പറയുന്ന ഡയറക്ഷൻസ് ഒക്കെ നൽകുന്നത്, അതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം കുറച്ച് മുമ്പ് ആണ് അദ്ദേഹത്തോട് അവസാനമായി സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോഴും അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആത്മവിശ്വാസം നമുക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്നതാണ് അഭിജിത്ത്. എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. ശ്രീ കൃഷ്ണദാസ്, നമുക്ക്
നമുക്കൊരു സമൂഹം എന്ന നിലയിലൊരു വലിയ പ്രതിഷേധമുണ്ട്. ഒരാൾ ഇപ്പോൾ കർണാടക സ്വദേശിയോ അല്ലെങ്കിൽ കേരള സ്വദേശിയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു മനുഷ്യൻ അവിടെ പെട്ടുകിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ തന്നെയാണ് എന്ന ഉറച്ച തെളിവുകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് മറ്റുള്ള തെരച്ചിലുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഗംഗാവാലിയിലേക്ക് വീണു പോയിട്ടുണ്ടോ എന്നുള്ളത് നേവി നിഷേധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷ തിരിച്ചു കിട്ടും എന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. മാധു, അതിനു മുമ്പ് ശ്രീ രാജു പി നായർ നേരത്തെ ഒരു അഭിജിത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അഭിജിത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം അർജുനോട് കാര്യം അന്വേഷിക്കാൻ വേണ്ടി അങ്കോലയിൽ നിൽക്കുന്ന അഭിജിത്തിനെ പോലുള്ള ആളുകളുടെ പ്രതികരണം എത്രത്തോളം സങ്കടകരമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് തീർച്ചയായും ഇപ്പോൾ നമ്മുടെ അരുൺ സാറ് പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂറുകളിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പോൾ 5-ാമത്തെ ദിവസം ആയിട്ട് പോലും ചിന്തിക്കാതിരിക്കുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ കർണാടകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മുടെ ജില്ലാ ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള അരുൺ സാറ് പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിലേക്ക് കഥകൾ. അപ്പോൾ അത്രയും അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഈ 5 ദിവസമായിട്ടും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു സംവിധാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന രീതിയിലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം കേരളത്തിൽ നിന്നിട്ടാണ് ആ സാറിനെ പോലുള്ള ആളുകളുടെ ആ ഒരു രീതി, ആ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ലാത്തവരാണോ ഈ കർണാടക സംസ്ഥാനത്തുള്ളത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ആളുകളില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ജനക്കൂട്ടം പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ അതിനൊരു അനുമതി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അർജുൻ നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇപ്പം പിന്നെ സാറ് പറഞ്ഞതുപോലെ അവിടെ വേണ്ട മാനുവൽ എഫേർട്ടാണ്. പിന്നെ എക്യുപ്മെൻസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് പരിമിതികളുണ്ടെങ്കിൽ മാനുവൽ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അതിന് പറ്റിയ സേനാ സംവിധാനം നമുക്കില്ലേ? ആ സേനാ സംവിധാനത്തെ വിളിക്കാൻ എന്തുകൊണ്ട് ഇവർ മടിക്കുന്നു? ഇവരെന്തുകൊണ്ട് ഈ എഫേർട്ടുകളുടെ അടുത്ത് പിന്നെ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല? ഇത് 2 പോലീസുകാരെയും ഒരു ഫയർഫോഴ്സിൻ്റെ ടാങ്കർ ലോറിയും കൊണ്ടുവച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നതല്ലേ. ഈ കാര്യങ്ങൾ അവിടെയുള്ളവർ എങ്ങനെ മനസ്സാക്ഷി ഈ അർജുനെ അന്വേഷിച്ച് പോയവർക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റും? അവിടെയാണ് നമ്മുടെ ഓരോരുത്തരും പ്രതികരിക്കുന്നത്, നമ്മുടെ പ്രതിഷേധം ഉയരുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇത് ആദ്യ മണിക്കൂറുകൾ വന്ന പിഴവുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടുത്തെ കാലാവസ്ഥയെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അതിന് മറ്റു ന്യായീകരണങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അവിടെ തന്നെയാണ് ഈ അർജുന്റെ കാര്യത്തിൽ ഡ്രൈവർ അല്ലേ, പക്ഷെ മനുഷ്യനല്ലേ എന്നല്ല അവർ ചോദിക്കുന്നത്. എത്രത്തോളം മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായി പോയോ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ ഒരു കാര്യം. ഇന്ന് നമുക്കറിയാം, രാവിലെ മുതൽ ചാനലിൻ്റെ മുന്നിലാണ്. ആ വീട്ടുകാർ മാത്രമല്ല, കേരളക്കരയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും. പക്ഷേ ആ പ്രദേശത്ത് ഈ പ്രവർത്തനം നടത്തുന്ന, രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മനസാക്ഷി ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി തോന്നുന്നത്. ശരി, കൃഷ്ണദാസാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട്. നമ്മൾ സേവന സന്നദ്ധരായ എവിടേക്ക് പോകാൻ തയ്യാറാകുന്ന നൂറുകണക്കിന് പേര് ഇവിടെയുണ്ട്, പക്ഷേ ആകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് നമുക്കറിയാവുന്നതാണ്, ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു പോസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ പ്രായമുള്ള അമ്മയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എപ്പോഴും വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അർജുൻ തിരിച്ചു വരണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് മണിക്കൂറുകളൊക്കെ ഒന്നുകിൽ ഫോണിലൂടെ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ഈ വാർത്ത മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ മുഴുവൻ അപ്ഡേഷനും അദ്ദേഹത്തെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത്രമേൽ കേരളത്തിലൊരു ഉമ്മ, ഒരു 70 വയസ്സുള്ളൊരു ഉമ്മ നോക്കിയിരിക്കുകയാണ് അർജുൻ എന്ത് സംഭവിച്ചുവെന്ന്. അർജുനെ ഇതുവരെ കേൾക്കാത്ത, കാണാത്ത, പേര് വിളിച്ചിട്ടില്ലാത്ത മുഴുവൻ അമ്മമാരും മുഴുവൻ സഹോദരങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. അവിടെയാണ് നമ്മളെ ഹതാശരാക്കുന്ന, നിരാശരാക്കുന്ന, നിസ്സഹായരാക്കുന്ന ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ശ്രീ രാജു പി നായർ, ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഗതാഗത മന്ത്രി നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ദിവസം മുഴുവൻ, ഇന്നലത്തെ ദിവസം മുഴുവൻ അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. PC വിശ്വനാഥനെ വിളിച്ച് കോൺഗ്രസിന്റെ അവിടുത്തെ സംവിധാനത്തെ ഒന്ന് അലേർട്ട് ചെയ്യാൻ, അവിടുന്ന് സിദ്ധരാമയ്യയുടെ ഓഫീസിനുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താനൊക്കെ ശ്രമിക്കുന്നു. കുറച്ചു മുമ്പ് മനാഫ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഒരു കേരളക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ആ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. അവിടെ
കർണാടക സ്വദേശികളായ ആളുകൾ ആ മണ്ണിനടിയിലുണ്ട്. അവരുടെ ബന്ധുക്കൾ നിസ്സഹായരായി കുത്തിയിരിക്കുകയാണ്. അവരുണ്ട് എന്ന് വിചാരിക്കുന്നിടത്തേക്കാണ് ഈ മണ്ണ് കോരിയിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു സംസ്ഥാനം ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഒരു ദുരന്ത മേഖലയിൽ? മാധു, നമ്മൾ ഒരു ദുരന്ത സമയത്ത് അത്രമാത്രമൊക്കെ കടന്നുപോയതിന് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും ഈ പറയുന്നതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അവിടെ ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചോളം യാഥാർത്ഥ്യബോധത്തോടെയും അതുപോലെ തന്നെ വളരെ പ്രായോഗികമായും ചിന്തിക്കുക. ശ്രീ അരുൺ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ എത്രമാത്രം ദുഷ്കരമാണെന്നുള്ളത് പറയുകയുണ്ടായി. അവിടെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ ഇതെന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ പരമാവധി എനിക്ക് തോന്നുന്നു 5-6 എക്സ്കവേറ്റേഴ്സോളം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനകത്തുള്ളത്, ഇത് നേരെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന പുഴയാണ്. ഈ പുഴയിലേക്കാണ് വെള്ളം ഈ മണ്ണൊലിച്ചു പോകുന്നത്. അപ്പോൾ 4 സൈഡിൽ നിന്നും ഈ ഒരു പ്രവർത്തനം സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനൊരു വിദഗ്ധനല്ല. അരുൺ സാറിന് കുറച്ചുകൂടി അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കഴിയും. 4 സൈഡിൽ നിന്നും മാറ്റാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ മണ്ണ് മാറ്റുമ്പോൾ കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വരുന്നുണ്ട്. ആ മണ്ണ് ഇനിയും ഇടിയുന്നതിനെ ഒരു സാഹചര്യം ഒഴിവാക്കുകയും വേണം. അവിടെ ഇപ്പോൾ റോഡ് നിർമ്മിച്ചതിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം വളരെ 90 ഡിഗ്രി ആംഗിളിലാണ് അവിടെ മല കട്ട് ചെയ്തത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. സാധാരണ 45 ഡിഗ്രിയിൽ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ 90 ഡിഗ്രിയിലുള്ള മല ഏകദേശം വീണ്ടും ഇളകി താഴത്തേക്ക് വന്നാൽ കൂടുതൽ അത്യാഹിതം ഉണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. റഡാർ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണ് അത്രമാത്രം ചെളിയും വെള്ളവും ഒഴിഞ്ഞ് മരവും കല്ലുമെല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് റഡാർ ഇറങ്ങുന്നില്ല. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, കവളപ്പാറയെ സംബന്ധിച്ചും പെട്ടിമുടിയെ സംബന്ധിച്ചും. പെട്ടിമുടിയിൽ നമുക്ക് 4 പേരുടെ മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചില്ല, കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. കവളപ്പാറയിൽ 9 പേരുടെ മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യമൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1% എന്നല്ല, ഒരു 0.001% ചാൻസ് പോലും ഒഴിവാക്കാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരമാവധി സംവിധാനം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വൈകാരികമായി പോലെ ഈ അത്രയും ദുരന്തം നടന്ന NDRF ഉൾപ്പെടെ മുഴുവൻ സംവിധാനവും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ആർമിക്കൊക്കെ വേണ്ടിയിട്ടുള്ള നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഇന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന HD കുമാരസ്വാമിയാണ്. അദ്ദേഹം അവിടെ ഒന്ന് നോക്കിയിട്ട് പറയുന്നത് അവിടെ ഒരു ആർമിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാവാം അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ നിന്ന് കുറെ പേര് ചെന്ന് അവിടെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള എത്രമാത്രം ചെയ്യാൻ സാധിക്കും. കാരണം നാളെ ഇവിടെ നിന്ന് പോകുന്നവർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രൊഫഷണലായ ഒരു സംവിധാനത്തെ ഉപയോഗിക്കാൻ കഴിയുന്നവർ ആദ്യത്തെ കുറെ ദിവസം എന്തു ചെയ്യുകയായിരുന്നു എന്നതൊരു ചോദ്യമാണ്. ശ്രീ രാജു പി നായർ, അതിവായനയല്ല, അത് ചെയ്യാത്തതാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് അവരുടെ സഹകരണം അർജുന്റെ ജീവന് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരിക എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് കടക്കാത്തത് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത അങ്ങ് ചൂണ്ടിക്കാണിച്ചത് നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കാത്തതല്ല. ഈ പറയുന്ന മിസ്സിംഗ് കേസ് കാണാതെ മിണ്ടാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാനുള്ളതാണ്. പക്ഷെ ചോദിക്കാത്തത് ഈ സമയമായതുകൊണ്ടാണ്. അങ്ങനെ ഒരു ബോധമുള്ളത് കൊണ്ട് പലതും ചോദിക്കാതെയും പറയാതെയും പോകുന്നതാണ്. അപ്പോഴാണ് ഈ പറയുന്നത് പോലെയുള്ള അനാസ്ഥയും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ഒക്കെ കാണിക്കുന്നത് എന്നുള്ളത് ചോദിച്ച് പോകുന്നത് മാത്രമാണ് എന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാകും. അതുകൊണ്ട് അതിവായന എന്നൊന്നും അങ്ങ് അതിനെ വായിച്ചു കളയല്ലേ. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഭിജിത്ത്, ഇതിപ്പോൾ 10 മണി വരെ രക്ഷാപ്രവർത്തനം തുടരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളിലേക്ക്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനം ശ്രീധരൻ നമുക്ക് നൽകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പ്രതീക്ഷയുണ്ട് അല്ലേ? പ്രതീക്ഷയുണ്ട്. അവിടെ നിന്ന്, അതായത് നിങ്ങളോടൊപ്പം തന്നെ പലരും അവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ രഞ്ജിത്തും ടീമും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത്ര ദിവസവും കഴിഞ്ഞുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കും എന്നാണോ?
ഞങ്ങൾക്ക് ഇന്ന് വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നും കൂടിയും കിട്ടിയാൽ ഏട്ടനെ ജീവനോടെ തന്നെ കൊണ്ടുവരാന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഈ വൈകുന്തോറും അറിയത്തില്ല. ഇന്ന് 10 മണിൻ്റെ മുന്നിൽ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മളോട് ശ്രീ അരുൺ ഭാസ്കർ പറഞ്ഞു, വളരെ മാനുവലായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമേ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. അതായത് പരമാവധി ആളുകൾ അവിടെ എത്തി സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സാധ്യമായ കാര്യം എങ്കിൽ അതിനുള്ള മനുഷ്യശേഷി അവിടെ ഉണ്ട് എന്ന് അർജുൻ വിചാരിക്കുന്നുണ്ടോ? അഭിജിത്ത് വിചാരിക്കുന്നുണ്ടോ? അഭിജിത്ത് അവിടെ ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം എനിക്ക് വന്ന 2 ദിവസം തീരെ പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ എൻ്റെ വില മുതലാളി ഉണ്ട്, മനാഫ് മൂപ്പരാൾ, എനിക്ക് എപ്പോഴും കോൺഫിഡൻറ്റ് തരും. അതായത് അത്ര സേഫ്റ്റി ഉള്ള വണ്ടിയാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഏട്ടൻ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു 6 ദിവസം ഏട്ടനെ എന്തായാലും കഴിച്ചു കൂടാൻ പറ്റുന്നുള്ള രീതിയിൽ എന്നെ ഇത്രയും ദിവസം, ഈ 3 ദിവസം എന്നെ മൂപ്പരാൾ ഒരേപോലെ കോൺഫിഡൻസിൽ 24 മണിക്കൂറിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തൊക്കെ അറിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് 2 ആൾക്കാരും. അങ്ങനെ എനിക്കിപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ട്, ഒരു പറയുന്നത് സത്യമാവട്ടെ എന്നുള്ള വിചാരത്തിൽ നിൽക്കുകയാണ്. ശരി അഭിജിത്ത്, ഇപ്പോൾ അങ്ങനെ തന്നെ സാധ്യമാകട്ടെ എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്. ശ്രീ അരുൺ ഭാസ്കർ, ഇതിപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും വളരെ സുരക്ഷാ സൗകര്യങ്ങളുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ അർജുനെ പറ്റിയുള്ള പ്രതീക്ഷ നമുക്ക് കൂടുകയുമാണ്. മുൻ അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പ്രതീക്ഷയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാനുള്ള അത്തരത്തിലുള്ള അങ്ങയുടെ വിശ്വാസം എത്രത്തോളമാണ്? ഓക്കെ, വണ്ടി നല്ല കപ്പാസിറ്റി പവർഫുള്ളായിട്ടുള്ള വണ്ടി ആവാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അവർ നല്ലൊരു ഗ്യാപ്പ് കിട്ടണം. ഒരു ഗ്യാപ്പിൽ മണ്ണ് വീഴാതെ, അപ്പോൾ പല രീതിയിൽ വീഴും. മണ്ണ് ഭയങ്കര ഫുള്ള് ജാമായിട്ട് തിക്കായിട്ട് മണ്ണ് വീഴുവാണെങ്കിൽ ഒന്നുകിൽ മണ്ണും കല്ലൊക്കെ വീണിട്ട് ഇതിന് ഡാമേജ് ഉണ്ടാകും. നല്ല വെയിറ്റ് ആയിരിക്കും. ലാൻഡ് സൈഡ് കുന്നിൽ നിന്ന് വരുമ്പോൾ താഴെ വരുമ്പോഴേക്ക് ഭയങ്കര പവറായിരിക്കും. കുന്നിൻ്റെ മേളിൽ നിന്നുള്ള എല്ലാം ഇടിച്ചിടിച്ച് തകർത്ത് മണ്ണും മരങ്ങളും എല്ലാം ബിൽഡിങ് എല്ലാം കൂടെ ആണ് താഴേക്ക് വരുമ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടായിരിക്കും വരുന്നത്. ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ സ്ട്രക്ചറൊന്നും താങ്ങില്ല. ഇനി അങ്ങനെ ഒരു അത്ര സ്ട്രോങ് വീക്കായ ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിലാണ് അത്ര സ്ട്രോങ് അല്ലാത്ത ലാൻഡ് സൈഡുള്ള സ്ഥലത്താണ് ഇത് പറ്റുന്നതെങ്കിൽ, ഫുള്ളായിട്ട് മണ്ണ് വീണ് ജാം ആയില്ല എന്നുണ്ടെങ്കിൽ എയർ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അതിനകത്തൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്കത് പറയാൻ പറ്റില്ല. ഫുള്ള് മാൻസൈഡിൻ്റെ പൂർണ്ണമായ പവറുള്ള സ്ഥലത്താണെങ്കിൽ ഫുള്ള് അത് ലോക്കാവും. കാരണം അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ സാധ്യതകൾ, ഏറ്റവും ചെറിയ പ്രതീക്ഷകൾ ഒക്കെ ഫലവത്താകട്ടെ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ മുന്നനുഭവങ്ങൾ, പ്രതീക്ഷ നൽകിയിട്ടുള്ള പല ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അർജുൻ തിരികെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ കാത്തിരിക്കുന്നുമുണ്ട് അവൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.